അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഈ ബോഗൺവില്ലൻ്റെ അടുത്താണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ബോഗൺവില്ല നമ്മൾ നല്ല പൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സീസണാണല്ലോ. സീസണാകുമ്പോൾ നമ്മൾ ഈ എല്ലാ ബോഗൺവില്ലയും ഇപ്പോൾ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ഡിസൈനാണ്. ഇത് മറ്റേ ബോഗൺവില്ലനാട്ടിലും വ്യത്യസ്തമായത്. എല്ലാവരും വീട്ടിലും ഉണ്ടാകും, പക്ഷേ ഇത് ഒരുപാട് ദിവസം നിൽക്കും ഈ പൂ കേട്ടോ. അത് ഈ പൂക്കളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് ദിവസം നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പൂ കണ്ടില്ലേ, ഇതിന്മേൽ തന്നെയാണ് വെള്ളയും ചുവപ്പും വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മഞ്ഞ കളറ് ഇവിടെ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞ കളർ അതിൻ്റെ കാലാവധി തീരുമ്പോൾ ഒരു കളറിനൊരു മാറ്റം വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതൊരു വെള്ളയ്ക്ക് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇത് നല്ല ഒന്നിച്ച് ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് വലിയ ഒരു പൂക്കലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൂടെ നമ്മൾ ചീര, വഴുതനങ്ങ, അതുപോലെ തന്നെ കുക്കുംബർ, ശംഖുപുഷ്പത്തിൻ്റെ ചെടി, ഇതൊക്കെ ഇവിടെ ഒന്നിച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ. പിന്നെ ചെടി മുറ്റത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെടി ബോഗൺവില്ല അതുപോലെ തന്നെ എല്ലാ ചെടികളും നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ബോഗൺവില്ല എല്ലാ ഇതിന്മേലും പൂവായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഈ മുറ്റത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഓരോ ചെടികൾ ഓർഡർ അനുസരിച്ച് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരേ നിറത്തിലുള്ള ഒരേ കളറുള്ള ചെടികളൊക്കെ ഒരേ ഭാഗത്ത് വെക്കും. അതുപോലെ തന്നെ ബോഗൺവില്ല നമ്മളിപ്പോൾ ഞാൻ അവിടുന്ന് മാറ്റണില്ല കേട്ടോ. ചില ചെടികൾ നമ്മളെ ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്ക് ഇത് വേറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വളർച്ച, ആ പൂവൊക്കെ ഇത് വാടിപ്പോവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സീസൺ ഏകദേശം കഴിയുമ്പോൾ നമ്മൾ അത് മാറ്റണുള്ളൂ. അതുവരെ ഇപ്പോൾ അവിടെ തന്നെ നമ്മൾ നിലനിർത്തുകയാണ്. അല്ലാതെ ഈ അടിയിലേക്ക് ഇറങ്ങാത്തത് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പൂവ് ഇത് ഒരുപാട് ദിവസം നിൽക്കുന്ന ഒരു പൂവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ബോഗൺവില്ല പല കളറിലുള്ളതുകൊണ്ട് ഇതിന്മേൽ തന്നെ 2 കളറായിട്ട് വരുന്നതുണ്ട് കേട്ടോ. ഇത് നമ്മളടുത്ത് 2 ചെടി ഉണ്ട് കേട്ടോ. ഒരേ കളറായിട്ട് 2 കളറായിട്ട് വരുന്ന ഒരു മരത്തുമ്പോൾ തന്നെ 2 കളറാണ് കേട്ടോ. അത് അങ്ങനത്തെ വേറൊരു ചെടിയും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ഇവിടെ ഈ ഒരു നീല കളറ് ഉണ്ട് കേട്ടോ. കടും നീലല്ല, ഒരു വയലറ്റ് കൂടിയൊരു ബ്രൈറ്റ് ഉള്ള ഒരു കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളമുണ്ട്, നല്ല പ്യൂർ റെഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വെള്ള 2 കളറായിട്ടുള്ളതുണ്ട് കേട്ടോ. അത് യൂഫോർബിയാണ്. യൂഫോർബിയ അത് നമ്മൾ ചെറിയൊരു തൈ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള കട്ട് ചെയ്തിട്ട് വെച്ചാണ്. അപ്പോൾ അതേമാതിരി നല്ല ഡിസൈനായിട്ട് പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഇതാക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മാറ്റി വെക്കാതെ ഇപ്പോൾ ഇത് ബോഗൺവില്ലൊക്കെ ഒരേ ഇതിൽ തന്നെ ഇപ്പം നിർത്തുകയാണ് കേട്ടോ. മറ്റു ചെടികളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ബോഗൺവില്ലമ്മ ഇപ്പം തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അതതിൻ്റെ അടിയിക്ക വേറെ ഇറങ്ങിയതൊക്കെ അങ്ങോട്ട് നാശമാവും കേട്ടോ. ഇതുകൊണ്ടില്ല, ഈ ഒരു മരം ഇത് അടിയിക്ക ഇറങ്ങിയിട്ടില്ല കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഇതൊന്നും കട്ട് ചെയ്യണില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഇതിനെടുത്തിട്ട് നമുക്കിത് ഒരു ഡിസൈനാക്കി ഇങ്ങനെ നിർത്തട്ടോ. ഇതിങ്ങനെ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ഇതാക്കണില്ല. നമ്മൾ ഈ തൂങ്ങിക്കിടക്കണ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്മേൽ സപ്പോർട്ട് അടിച്ചിങ്ങനെ വെക്കും. ഇത് ഒരിക്കലും ഇത് കട്ട് ചെയ്യണില്ല കേട്ടോ. നിങ്ങളടുത്ത് ഉണ്ടെങ്കിലും ഇത് കട്ട് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓരോരോ ഡിസൈനാക്കിയെടുക്കുക. അത് കണ്ടില്ലേ, ഇതിപ്പോൾ
നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈനാക്കിയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഉണ്ടാകുന്ന പൂവ് ഇവിടെ ഫില്ലാവും കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ കണ്ടില്ല, ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതൊരു കെട്ടിപ്പണിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഭാഗത്തേക്കുള്ളത് ഇങ്ങനെ മാറ്റിയിട്ട് ഇത് പെട്ടെന്ന് ഈ മുള്ളുണ്ടായതുകൊണ്ട് നമുക്ക് കെട്ടിപ്പണിഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ അത് കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ തന്നെ വേറിട്ടാൽ ആ മുള്ളിൻ്റെ ഇത് വേറിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നിർത്താം കേട്ടോ. ഇതിങ്ങനെ അല്ലെങ്കിൽ ഒരു അലുമിനിയം കമ്പി എടുത്തിട്ട് ഒന്ന് പിരിച്ച് കൊടുത്താലും മതി. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു തിക്കായിട്ട് ഇത് വേണ്ടില്ലേ, ഇത് പുറത്തേക്ക് നിൽക്കില്ല. ഇത് നമ്മൾ എല്ലാം ഇങ്ങനെ ചിലപ്പോൾ പൊട്ടും കേട്ടോ. നമ്മളിതിൻ്റെ തല പിടിച്ചിട്ട് പൊട്ടാതെ നമ്മളിപ്പോൾ ഈ സീസൺ ആകുമ്പോൾ നമുക്ക് പൊട്ടുകാരണം ഭയങ്കര ഒരു ഇതാണ്. സീസണിൻ്റെ ഈ സമയത്ത് നമ്മൾ അതിന്മേൽ കളിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടി ഇതാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങനെ കുറച്ചുകൂടി നമ്മൾ ഈ പൂവ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് ഒക്കെ ചുറ്റിപ്പണിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്നും നമ്മൾ വെട്ടൂല കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഈ ചുറ്റി ഒരു മുകളിലൊരു കുട പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് പണി എടുക്കണം അതിന്, നല്ല എഫക്റ്റ് ഉണ്ട് അതിന് കേട്ടോ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ച മാതിരി ഒന്നും അങ്ങോട്ട് ആവുമൊന്നുമില്ല. അത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ പൂവ് തീർന്നതാണ്. ഇതിപ്പോൾ നമുക്കിനി ഇത് ഒരു കമ്പ് നാട്ടിയിട്ട് ഇത് അല്ലെങ്കിൽ ഇതിന്മേൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തിയാൽ മതി. സ്ട്രൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കമ്പ് നാട്ടിയിട്ട് കൊടുക്കുക. എന്നാൽ നമുക്ക് ഇതുപോലുള്ള മരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കാണണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ള മരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പൂവിൻ്റെ ഒരു ഉണ്ടായിട്ട് ഇങ്ങനെ തോന്നണില്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാൻ വലിയ എഫക്റ്റൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് സമയം വൈകി ഇരുട്ടാകാനായി. അത് ചിലപ്പോൾ ഇതൊരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇതിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.